ഇന്ത്യയുടെ നമ്മുടെയാകെ ആശങ്ക തൊട്ടയൽപ്പക്കത്താണ്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കി രാജ്യത്ത് നിന്നോടിച്ച പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി ഇനി എന്താണ് ആ രാജ്യത്ത് നടക്കാനിരിക്കുന്നത്? ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊന്നും സ്ഥിതി ശാന്തമല്ല. ശ്രീലങ്ക എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവും ഒരു അഗ്നിപർവം കണക്കെയാണ്. പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധികളും ആഭ്യന്തര പ്രശ്നങ്ങളും. ചൈനയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുകൾ. അതൊന്നും പക്ഷേ ചൈനയുടെ രീതി മറ്റൊന്നായതുകൊണ്ട് പുറത്തുവരില്ല. അഫ്ഗാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിനറിയില്ല. മ്യാൻമറിൽ ഒട്ടും ശാന്തമല്ല കാര്യങ്ങൾ. ബംഗ്ലാദേശ് മാത്രമാണ് അല്പമെങ്കിലും ശാന്തമായിരുന്നത്. അതും ഇല്ലാതായി. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു അയൽപ്പക്ക പ്രശ്നം മാത്രമല്ല, ഇനി വിദേശകാര്യ പ്രശ്നമാണ്. വലിയ ഇടപെടലും കരുതലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒന്ന്. എന്തുകൊണ്ടാണ് മറ്റെവിടെയുമില്ലാത്ത ആശങ്ക ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ചൈനയെ ചൂണ്ടി പറയേണ്ടി വരും. അതിനുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് വിദേശകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് ഒരു മാസം മുൻപേ തന്നെയെന്ന് പറയേണ്ടി വരും. ചൈനയിൽ ഷെയ്ഖ് ഹസീന നടത്തിയ സന്ദർശനം വെട്ടിച്ചുരുക്കി അവർ രാജ്യത്തേക്ക് മടങ്ങിയതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ സംശയം ശരിയാണെന്നും പറയേണ്ടി വരും. അതായത് ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴെയിറക്കുമെന്ന് അന്നേ ചൈനയ്ക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊരു അട്ടിമറി ചൈനയ്ക്ക് വ്യക്തമായ പങ്കുണ്ടായിരുന്നു. രണ്ടായാലും അതിലൊന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകണം. ചൈനയുടെ ഈ ഇടപെടൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് രാജ്യാന്തര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടത് മറ്റാരുമല്ല, നമ്മൾ മാത്രമാണ്, ഇന്ത്യ മാത്രമാണ്. ശ്രീലങ്കയിൽ പ്രക്ഷോഭമുണ്ടായപ്പോൾ സംഭവിച്ചതിന് സമാനമായ കാര്യമാണ് ധാക്കയിലുണ്ടായത്. പ്രക്ഷോഭകാരികൾ നേരെ കയറിച്ചെന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ്. അതിനു മുൻപേ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരുന്നു. ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു. ചൈനീസ് പിന്തുണ ആ അട്ടിമറിക്കുണ്ടായിരുന്നുവെങ്കിൽ ഭയക്കാനുണ്ട് ഏറെ. ബംഗ്ലാദേശിന്റെ ചരിത്രം നോക്കിയാൽ ഇത് ആദ്യമല്ലെന്ന് കാണാം. ഭരണാധികാരികളെ അട്ടിമറിക്കാൻ സൈന്യം വിദേശ ശക്തികളുടെ പിന്തുണ മുൻപും നേടിയിട്ടുണ്ട്. അതുതന്നെയായിരിക്കാം ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവുക. ഷെയ്ഖ് ഹസീനയെ തകർത്തെറിയാൻ പ്രക്ഷോഭകാരികളും സൈന്യവും ചൈനയുടെ സഹായം തന്നെ തേടിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചൈന സാഹചര്യം മുതലെടുത്തു സഹായിക്കാൻ എത്തിയിട്ടുണ്ടാകും. ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടമാക്കിയ പട്ടാളം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സ്ഥായിയായ ഒന്നല്ലെന്നുറപ്പാണ്. ചരിത്രം നോക്കിയാൽ കാണാം, ബംഗ്ലാദേശില്ല, ബംഗാൾ മാത്രമേയുള്ളൂ. പഴയ ഭരണാധികാരി സിറാജ് ഉദ് ദൌളയ്ക്കെതിരെ പ്ലാസി യുദ്ധത്തിൽ ബംഗ്ലാദേശിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട് മിർ ജാഫർ. അന്ന് മിർ ജാഫർ ചെയ്തത് തന്നെയാണ് ഇപ്പോൾ പട്ടാളാധികാരി മേജർ ജനറൽ വക്കർ ഉസ്സമാൻ ചെയ്യുന്നത്. ചൈനയ്ക്ക് വേണ്ടിയൊരു ചട്ടുകമാവുകയാണോ മേജർ ജനറൽ? സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചൈന നേരിട്ടായിരിക്കില്ല ബംഗ്ലാദേശിലൂടെ ഓപ്പറേഷൻ നടത്തുന്നതെന്നാണ് ഒരു വാദം. അതിന് പിന്തുണ കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാകണം. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയും മറ്റ് മുസ്ലിം ഭീകര സംഘടനകളും ഒത്തുചേർന്നിട്ടുണ്ടാകാം. സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഇതെല്ലാം 100% സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് കാണാം. ഇന്ത്യയോടുള്ള വൈരാഗ്യമാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ ഇത്രയധികം ഇടം നൽകാൻ കാരണം. ഇന്ത്യ രണ്ടു കൂട്ടരുടെയും പൊതുശത്രുവാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ചൈനയ്ക്ക് അമിത സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ. ഇന്ന് പാകിസ്ഥാനുമായി മാത്രമല്ല, ചൈനയ്ക്ക് വിവിധങ്ങളായ സഹകരണ ബന്ധങ്ങളാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ചൈന മിഡിൽ ഈസ്റ്റിൽ വലിയ ഇടപെടൽ നടത്തുന്നുമുണ്ട്. ഇന്ത്യയുമായി അത്ര ഇടയടുപ്പമില്ലാത്ത ഓർഗനൈസേഷൻ ഓഫ് മുസ്ലിം കൺട്രീസുമായി ചൈനയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളുമായും ചൈനയ്ക്ക് വളരെ അടുപ്പമുണ്ട്. കശ്മീരിൽ നുഴഞ്ഞുകയറുന്ന പാകിസ്ഥാനി ഭീകരർക്ക് പലപ്പോഴും ചൈനയുടെ സഹായവും കിട്ടാറുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ഇസ്ലാമിക ഭീകരത ഗ്രൂപ്പുകളുമായും ചൈന ഇഴയടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഇറാനും സൗദി അറേബ്യയ്ക്കുമിടയിലെ പ്രശ്നപരിഹാരത്തിന് മുന്നിൽ നിന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. എന്നാൽ പിന്നീട് ചൈന ചെയ്തത് ഇറാന്റെ ഒപ്പം നിന്ന് ഹമാസിന് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു. ഇപ്പോഴും അവസാനിക്കാത്ത ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വഴിവെച്ച് ആക്രമണം നടത്താൻ
ഹമാസിനെ ചൈന സഹായിച്ചെന്നുവരെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബംഗ്ലാദേശിലേക്ക് തിരികെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് അത്ര പ്രിയപ്പെട്ട നേതാവായിരുന്നു ഷെയ്ഖ് ഹസീന എന്നുള്ളതാണ്. അടുത്തിടെ ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ വിദ്യാർത്ഥി സംഘടനയെയും നിഷേധിച്ചതിലൂടെ ഷെയ്ഖ് ഹസീന ഇസ്ലാമിസ്റ്റ് സംഘടനയുടെ വൈരവും സമ്പാദിച്ചിരുന്നു. പാകിസ്ഥാന്റെ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റും മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനങ്ങളുമായും അടുത്ത ബന്ധമുണ്ട്. ചൈനയും അതുപോലെ തന്നെയാണ്. മുസ്ലിം ഭീകര സംഘടനകളെയെല്ലാം ചൈനയുടെ ഉള്ളം കൈലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലുണ്ടായ ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിൽ ചൈനയാണെന്ന സംശയം ശക്തവും. ഇത് ഇന്ത്യക്കും ദോഷമാണെന്നാണ് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നത്.